എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ആക്കി എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. പ്രമുഖ മൂവി അനലിസ്റ്റുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. അവർ 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നും അവർ പറയുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ആക്കിയപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ ആയിരിക്കും ആദ്യം നമ്മുടെ മുന്നിലേക്ക് എത്തുക. ട്രെയിലർ ലോഞ്ച് പരിപാടി എന്തായാലും നടത്താൻ പോവുകയാണ് എമ്പുരാന്റെ ടീം എന്നാണ് വിവരം പുറത്തു വരുന്നത്. അതും കേരളത്തിലല്ല, മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഓരോ സംസ്ഥാനത്തും പല പല ഇവന്റുകൾ നടത്താൻ പോകുന്നുണ്ട് എമ്പുരാന്റെ ടീം എന്നത്. അത് റിലീസിനോട് അടുപ്പിച്ച് തന്നെയായിരിക്കും ഇതൊക്കെ വരാൻ പോകുന്നതും. അപ്പോൾ സിനിമയിലേക്ക് കയറുമ്പോൾ നമ്മളെ എൻഗേജ് ആയി നിർത്താൻ ഇതൊക്കെ സഹായിച്ചേക്കും എന്ന് ഇപ്പോൾ വിലയിരുത്താം. തെലുങ്കിലേക്ക് എത്തുമ്പോൾ പ്രഭാസ് പോലുള്ള താരങ്ങൾ വരുന്നു. തമിഴിലേക്ക് എത്തുമ്പോൾ കമലഹാസനും സൂര്യയും പോലുള്ള ആളുകൾ വരുന്നു. നോർത്ത് ഇന്ത്യയിൽ എത്തുമ്പോൾ അക്ഷയ് കുമാർ പോലുള്ള ആൾക്കാർ എത്തുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലും പ്രമുഖ വ്യക്തികൾ എമ്പുരാന്റെ പ്രൊമോഷന് വേണ്ടി എത്താൻ പോകുന്നുണ്ട്. അതൊക്കെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് രാവിലെ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്നുള്ളതാണ് നമ്മളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് മറ്റു പല ഓൺലൈൻ മീഡിയകളും എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിക്കാം. റിലീസിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് അവർ തറപ്പിച്ച് പറഞ്ഞതും. ഇതൊക്കെ തറപ്പിച്ച് പറയുമ്പോഴും കൺഫേം ചെയ്യുന്ന കാര്യം എന്തെന്നാൽ ഗൾഫ് പേപ്പറുകളിൽ ഫാർ ഫിലിംസ് വലിയ പരസ്യങ്ങളാണ് എമ്പുരാനുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. ലൂസിഫർ എന്ന ചിത്രം മാർച്ച് 20 റിലീസ് ചെയ്യുകയാണ്, റീ റിലീസ്. കൂടാതെ എമ്പുരാൻ മാർച്ച് 27 റിലീസ് ആകുന്നു. ഇതുമായി ബന്ധപ്പെട്ട പത്ര പരസ്യം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നത് ഉറപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ ഓൺലൈൻ മീഡിയകൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും പൃഥ്വിരാജ് എന്ന സംവിധായകൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എമ്പുരാൻ കാണാനുള്ള ആകാംക്ഷയിലാണ്. അപ്പോൾ തന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചിത്രത്തിന്റെ ഓരോ അണിയറ പ്രവർത്തകരും എത്തുന്നുണ്ട്. ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ വസ്ത്രാലങ്കാര രംഗത്തേക്ക് കടന്നു വന്നയാളാണ് സുജിത് സുധാകരൻ. പിന്നീട് ഒരുപിടി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ സുജിത്തിന് സാധിച്ചു. മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രത്തിലെ വർക്കിന് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ദേശീയ അവാർഡും സുജിത്തിനെ തേടിയെത്തിയിരുന്നു. എമ്പുരാൻ സിനിമയുടെയും കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരനാണ്. ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കുകയാണ് സുജിത് സുധാകരൻ. ഓരോ ടെക്നീഷ്യന്റെയും അടുത്ത് മണിക്കൂറുകൾ ചെലവഴിച്ചാണ് പൃഥ്വിരാജ് എമ്പുരാന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തത് എന്നാണ് സുജിത്ത് പറയുന്നത്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ ശരിക്കും അതിശയപ്പെടുത്തുന്നതാണ്. ഓരോ ടെക്നീഷ്യനും പൃഥ്വിരാജ് മുഖാമുഖം ഇരുന്ന് സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെ 3 മണിക്കൂർ എടുത്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ കൊണ്ട് വായിപ്പിച്ച് മറ്റൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇരുന്ന് ആ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുകയും നമ്മൾ നമ്മുടെ സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ സംശയങ്ങളും മറ്റും നമ്മളോട് പറയുകയും ചെയ്യുന്ന രീതിയാണ് പൃഥ്വിരാജിന്റേത്. ചിലപ്പോഴത് 5-6 മണിക്കൂറായി മാറും. അത്രയും നേരം ഓരോ ടെക്നീഷ്യന്റെയും കൂടെയും ഇരുന്നിട്ടാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് പോകുന്നത്. എനിക്കറിയുന്ന ഈ സിനിമയിലെ ഓരോ ടെക്നീഷ്യനെയും ഇങ്ങനെ ഓരോരുത്തരായി വിളിച്ച് പൃഥ്വിരാജ് മുഖാമുഖം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമയിലെ ഓരോ സീനും എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സജഷനും എന്താണ് വേണ്ടതെന്നും പറയും. നമ്മളും നമ്മുടെ സജഷൻ പറയും. ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന നിലയിൽ എല്ലാ കഥാപാത്രത്തെക്കുറിച്ചും നമ്മൾ നല്ല ആഴത്തിൽ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ സാമ്പിളുകൾ ഉണ്ടാക്കും. എന്ത് തരം തുണികളാണ് ഉപയോഗിക്കേണ്ടത്, എന്ത് തരം തുണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെല്ലാം നമ്മൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. സുജിത് സുധാകരൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. നമ്മുടെ മേക്കിംഗ് ശൈലി വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ്. എമ്പുരാൻ എന്ന സിനിമ മലയാളത്തിന്റെ മേക്കിംഗ് ശൈലിയെ തന്നെ അടപടലം മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എമ്പുരാന് ഗംഭീരമായ ഒരു റിസൾട്ട് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചാൽ ഇതിലും വലിയ സിനിമകൾ മോളിവുഡിൽ സംഭവിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. മോഹൻലാലിലേക്ക് എമ്പുരാനേക്കാളും വലിയൊരു സബ്ജക്റ്റ് ഉടൻ തന്നെ എത്താനുള്ള സാധ്യതയെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെ മോളിവുഡിൽ വലിയ വലിയ സിനിമകൾക്കുള്ള സാധ്യതകൾ സംഭവിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരും എമ്പുരാൻ എന്ന സിനിമയുടെ റിസൾട്ടിനെ കുറിച്ച് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും. എമ്പുരാൻ എന്ന സിനിമ വിജയിക്കേണ്ടത് മലയാളം ഇൻഡസ്ട്രിയുടെ ആവശ്യം തന്നെയാണെന്ന് പലരും അടിവരയിട്ട് പറയുകയാണിപ്പോൾ.